Hello Makale, welcome back to Target Learning App. In the chemistry paper and their analysis on a model question paper. But in the target students questions paper. Question level is easy to moderate and high level question very simple, just go through that. Okay. So, on the ചോദ്യം മുതൽ അഞ്ചാമത്തെ ചോദ്യം വരെയുള്ള 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്താൽ മതിയാവും. ഒരു മാർക്ക് വെച്ച് ആകെ 4 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണം അല്ല, ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനം എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങളോട് ചോദിച്ചത് കുറച്ച് ഹൈഡ്രോകാർബൺ തന്നിട്ടുണ്ട്. C3H6, C2H6, C2H2, C5H10. ഇതിൽ ആൽക്കൈൻ ആരാൻ തിരിച്ചറിയാം. നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് വർക്കൗട്ട് ചെയ്ത പ്രോബ്ലമാണ്. അപ്പോൾ CN, okay, CnH2n -2 ഫോർമാറ്റിൽ വരുന്ന ആരാന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഏതാണ്? അതായത് കാർബണിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടിനോട് 2 കുറച്ചത്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ കാർബൺ എണ്ണത്തിൻ്റെ നേരെ ഇരട്ടിയാണിത്. അപ്പോൾ ഇതല്ല നിങ്ങളുടെ ഉത്തരം. ഇവിടെ കാർബൺ എണ്ണത്തിൻ്റെ ഇരട്ടിനോട് 2 കൂട്ടിയാലാണ് ഇത് കിട്ടുക. ഇതുമല്ല ഉത്തരം. ഇതാണ് നിങ്ങളുടെ ആൻസർ. C2H2, C5H10 അല്ല. C2H2 എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ ഒരു മാർക്ക് കിട്ടി. അടുത്തത് വിച്ച് ഈസ് ദ മോണോമർ ഓഫ് നാച്ചുറൽ റബ്ബർ, അതായത് പ്രകൃതിദത്ത റബ്ബറിന്റെ മോണോമർ ആരാണ്? ഐസോപ്രീൻ. ഐസോപ്രീൻ, ഐസോപ്രീൻ എന്നാണ് ഉത്തരം വരിക. ഓക്കെ, ഐസോപ്രീൻ അതാണ് ഉത്തരം വരിക. ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ അപ്പ് സ്യൂട്ടബിൾ, അതായത് നമ്മൾ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കാനാണ്. അയൺ ഹേമറ്റൈറ്റ്, അങ്ങനെയാണെങ്കിൽ അലൂമിനിയം. അപ്പോൾ അയണിൻ്റെ എന്താണ് ഹേമറ്റൈറ്റ്? അയണിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റ്, അല്ലെ? ഓറാണ് ഹേമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ ഓറാണ് ഹേമറ്റൈറ്റ്. അലൂമിനിയത്തിൻ്റെ അയിര് അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ ഓർ ഏതാണ്? ബോക്സൈറ്റ്. ബോക്സൈറ്റ്, ബോക്സൈറ്റ് എന്ന് എഴുതിയാൽ മാത്രമാണ് ഈ ഒരു 1 മാർക്ക് കിട്ടുക. ബോക്സൈറ്റ്. അടുത്തത് 1 gm ഓഫ് കാർബൺ ആറ്റം കണ്ടെയ്ൻസ്. 1 gm കാർബൺ ആറ്റത്തിൽ എത്രയോ വട്ടം നമ്മൾ മോൾ കൺസെപ്റ്റ് പറഞ്ഞാണ്. 1 gm ആയിട്ടുള്ള ഏത് ആറ്റം ആണെങ്കിലും അതിൽ എത്ര ആറ്റംസ് ഉണ്ടാവും? അവോഗാഡ്രോ നമ്പറിന് തുല്യമായി, അല്ലേ? 1 gm ഓഫ് കാർബൺ ആറ്റത്തിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടാവും? 6.022 × 10⁻23 ആറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ എഴുതിയില്ലെങ്കിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് എഴുതിയാലും Na ആറ്റംസ്, ഓക്കെ, Na ആറ്റംസ് എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Mn ഇൻ MnO2. MnO2ൽ Mnന്റെ ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കാനാണ് ചോദ്യം. MnO2 ശരിക്കും പറഞ്ഞാൽ ഓക്സിജന്റെ തരേണ്ടതാണ്. ഓക്സിജൻ -2 എന്നുള്ള നിങ്ങളൊരു ഐഡിയ ഉണ്ടാവണം, എന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മാംഗനീസിന് നമ്മൾ X കൊടുത്തു, O2ൽ O- കൊടുത്തു. അപ്പോൾ X പ്ലസ് -2 ചാർജുള്ള 2 ഓക്സിജൻ, ടോട്ടൽ ചാർജ് 0. X പ്ലസ് -2 × 2 -4 = 0. -4 അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. X = -4 അപ്പുറത്ത് പോയാൽ +4. അപ്പോൾ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4. ഈ കണക്കുകളും കാര്യങ്ങളും ഒന്നും വേണമെന്നില്ല. 1 മാർക്കിന്റെ ചോദ്യമാണ്. +4 എന്നുള്ള ആൻസർ ആണ് അവിടെ വേണ്ടത്. ഇപ്പോൾ പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് കുട്ടികൾ ഇത് ചെയ്തിട്ടുണ്ടാവും, ഫൈനൽ ആൻസർ തെറ്റിച്ചിട്ടുണ്ടാവും. സോ അതിന് നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റില്ല. +4 എന്നുള്ള ഒരു മെൻഷൻ നിങ്ങളിവിടെ കൊടുക്കണം. ഓക്കെ, +4 എന്നല്ല 4+ അല്ലെ +4 എന്നുള്ള കാര്യം ഇവിടെ കൊടുത്താലാണ് മാർക്ക് കിട്ടുക. ഏതെങ്കിലും 4 എണ്ണം ശരിയായി കഴിഞ്ഞാൽ യു ആർ ഇൻ എ സേഫ് സോൺ, ഫുൾ മാർക്ക് അവിടെ കിട്ടി. ഓക്കെ, അടുത്തത് 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണം എഴുതിയാൽ മതി. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 2 മാർക്ക്, 2 സ്കോർ എന്ന് വെച്ചാൽ 4 അല്ലേ. അപ്പോൾ ഓരോ ചോദ്യങ്ങൾക്കും 2 മാർക്ക് വെച്ചിട്ടാണ് ഇവിടെ ഉള്ളത്. നോക്കാം. മെറ്റൽ, ലോഹം. മെത്തഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ, ലോഹ ശുദ്ധീകരണ മാർഗം, കാരണം. ഓക്കെ, ലെഡ് എന്ന് പറയുന്ന ലോഹത്തിനെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെയാണ് അതിനെ ശുദ്ധീകരിക്കുക, എങ്ങനെയാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്യുക? പ്യൂരിഫിക്കേഷൻ മെത്തേഡ് എങ്ങനെയാണ്? ലിക്വേഷൻ ആണ്. ലിക്വേഷൻ. ലെഡ്, ടിന്ന്, ലിക്വേഷൻ. മലയാളത്തിൽ നമ്മൾ അതിനെ ഉരുക്കി വേർതിരിക്കൽ എന്നാണ് പറയുക. ഉരുക്കി വേർതിരിക്കൽ. നമ്മൾ പറഞ്ഞിരുന്നു ഈ സാധനം എന്താണ്? ലെഡും ടിന്നും ഒക്കെ എങ്ങനെയുള്ള സാധനങ്ങളാണ്? മെൽറ്റിംഗ് പോയിന്റ് അഥവാ ഉരുകൽ നില വളരെ കുറഞ്ഞ ആൾക്കാരാണ്, ദ്രവണാംഗം കുറഞ്ഞ ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് ലെഡ് ഈ രീതിയിൽ ചെയ്യാം. ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഓക്കെ, മെർക്കുറി ഡിസ്റ്റിലേഷൻ. ഓക്കെ, ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ അതിന് നമുക്ക് സ്വേദനം എന്നാണ് പറയുക. മെർക്കുറി സ്വേദനം വഴിയാണ്. കാരണം എന്താ? ലോ ബോയിലിംഗ് പോയിന്റ്. ലോ ബോയിലിംഗ് പോയിന്റ് അല്ലേ? കുറഞ്ഞ തിളനില, താഴ്ന്ന അല്ലെങ്കിൽ കുറഞ്ഞ തിളനില, ഇതാണ് അതിനുള്ള ഉത്തരം. ഓക്കെ, കുറഞ്ഞ തിളനില. ഇനി 7ാമത്തത് ഒരു ക്ലീഷേ ചോദ്യമാണ്, വളരെ എപ്പോഴും ചോദിക്കുന്നതാണ്. ക്രോമിയത്തിൻ്റെ 2 സബ്ഷെൽ വിന്യാസം തന്നിരിക്കുകയാണ്, ഏതാണ് ശരി? ഇത് തെറ്റിക്കുന്ന ആൾ എന്തായാലും
ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് തെറ്റിക്കുന്ന ആൾക്കാർ. ഇത് തെറ്റിക്കാൻ പാടില്ല. 3d5 ആണ്, 3d4 റൈറ്റ് ദ റീസൺ. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താണ്? പകുതി നിറഞ്ഞതോ പൂർണ്ണമായി നിറഞ്ഞതോ ആയ സബ്ഷെല്ലുകൾ കൂടുതൽ സ്ഥിരതയുള്ളവയായിരിക്കും അല്ലേ. ദ ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് സബ്ഷെൽസ് ആർ മോർ സ്റ്റേബിൾ ദാൻ അതർ. ഓക്കെ, അതാണ് അതിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ അതാ മാത്രം എഴുതിയാൽ മതി. ഇതിന് 1 മാർക്കായിരിക്കും, ഇതിന് 1 മാർക്കായിരിക്കും. അങ്ങനെയാണ് 2 മാർക്ക് വരുന്നുണ്ടാവുക. അടുത്ത chemical reaction of concentrated sulfuric acid with copper metal is given below. Which element undergo oxidation? ഒന്നും ആലോചിക്കേണ്ട. മെറ്റൽ കോപ്പർ ഒറ്റയ്ക്ക് നിൽക്കുകയല്ലേ, 0. SO4 -2 നമുക്കറിയാം. അപ്പോൾ കോപ്പർ +2. അപ്പോൾ ഇവിടെ ആരാണ്, ഏത് ലോഹമാണ് അല്ലെങ്കിൽ ഏത് എലമെന്റ്, ഏത് മൂലകമാണ് ഓക്സിഡേഷൻ നടന്നത്? Cu കോപ്പറിനാണ് ഓക്സിഡേഷൻ നടന്നത്. വിച്ച് പ്രോപ്പർട്ടി ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഷോൺ ഇൻ ദിസ് റിയാക്ഷൻ? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് നേച്ചർ ആണ്. ഓക്സിഡൈസിങ് നേച്ചർ, മലയാളത്തിൽ നമ്മൾ അതിനെ ഓക്സീകരണ ഗുണം എന്നാണ് പറയുക. ഓക്സീകരണ ഗുണം. ഓക്കെ, ഓക്സീകരണ ഗുണം. ഓക്കെ, അതാണ് 1 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളായിട്ട് വന്നത്. ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഗ്യാസസ്. വാതകവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എന്താണ് സ്റ്റേറ്റ്മെന്റ്? മോളിക്യൂൾസ് ആർ വെരി ക്ലോസ്. മോളിക്യൂൾസ് വളരെ അടുത്താണ്. അല്ല, മോളിക്യൂൾസ് വളരെ വിട്ടാണുള്ളത്. ഓക്കെ, വോളിയം ഓഫ് എ ഗ്യാസ് ഡിപ്പെൻഡ്സ് ഓൺ ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ വിച്ച് ഓക്യുപ്പൈസ്. അതായത് ഒരു വാതകത്തിന്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ വ്യാപ്തത്തെ ആശ്രയിച്ചിരിക്കുന്നു. ശരിയാണോ? ശരിയാണ്. ദേ ഹാവ് വെരി ഹൈ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതായത് അവർ മോളിക്യൂൾസ് തമ്മിൽ ആകർഷണം വളരെ കൂടുതലാണ്. തെറ്റാണ് അല്ലേ? ആകർഷണം വളരെ കുറവാണ്. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആകർഷണം. ഇന്റർമോളിക്കുലർ തന്മാത്രകൾ തമ്മിൽ ഇന്റർമോളിക്കുലർ. ഓക്കെ, മോളിക്യൂൾസ് ഹാവ് ഹൈ എനർജി. ശരിയാണ്, മോളിക്യൂൾസിനൊക്കെ തന്മാത്രകൾക്ക് ഊർജ്ജം വളരെ കൂടുതലാണ്. ബിയും ഡിയുമാണ് കറക്റ്റ് ആൻസേഴ്സ്. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻ ഹൈഡ്രോക്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്? ഹൈഡ്രോക്സിൽ ആരൊക്കെ വേണം? ഹൈഡ്രജൻ വേണം, ഓക്സിൽ, ഹൈഡ്രോക്സിൽ. ആരാണ്? ആൻസർ ഏതാണ്? ഇതാണ് ആൻസർ. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട് ഫോർ. നമ്മൾ എല്ലാ ക്ലാസ്സിലും IUPAC നെയിം എഴുതിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അത് പരിചയമായിട്ടുണ്ടാവണം. നമ്മൾ ഒരുപാട് പേര് അല്ലേ, ഇപ്പം ടാർഗറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ എത്ര ആൾക്കാരുണ്ടോ അത്രയും ആൾക്കാരെ കൊണ്ട് നമ്മൾ IUPAC നെയിം എഴുതിച്ചിട്ടുണ്ട് ബോർഡിൽ കൊണ്ടുവന്നിട്ട്. സോ അപ്പോൾ ഇവിടുത്തെ IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ 4 കാർബൺ അല്ലേ, കാർബൺ എണ്ണി 4 ബ്യൂട്ട്. ഓക്കെ, ഈ എഴുതരുത്. COH, ഓയിക് ആസിഡ്, ബ്യൂട്ടനോയിക് ആസിഡ്. വളരെ സിമ്പിൾ അല്ലേ, മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ ബ്യൂട്ടനോയിക് ആസിഡ്. ഓക്കെ, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, ഫൈൻ. അടുത്തത് ഇനി ക്വസ്റ്റ്യൻസ് 11 to 15 ഏതെങ്കിലും 4 എഴുതാം. ഈച്ച് ക്യാരീസ് 3 scores. നോക്കാം. നമ്മളെ നാമകരണത്തിൽ നിന്നാണ് ചോദ്യം ഉള്ളത്. ഒരു ഘടന തന്നിട്ടുണ്ട്. ഹൗ മെനി കാർബൺ പ്രസന്റ് ഇൻ ദ മെയിൻ ചെയിൻ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിത് ഇതേ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ മെയിൻ കാർബൺ ചെയിൻ നേരെ വരച്ചവർക്ക് തെറ്റി. നേരെയല്ല, ദാ ഇങ്ങനെ. ഇതാണ് നമ്മളെ മുഖ്യ കാർബൺ ചെയിൻ. 4 കാർബൺ ആറ്റാണ് മുഖ്യ കാർബൺ ചെയിൻ ഉള്ളത്. ബ്രാഞ്ച് പ്രസന്റ്, വിച്ച് ഈസ് ദ ബ്രാഞ്ച് എന്ന് വെച്ചാൽ ബ്രാഞ്ചിന്റെ പേരാണ് എഴുതേണ്ടത്. മീഥൈൽ ബ്രാഞ്ച്. ഇതാണ് ഈ മെയിൻ കാർബൺ ചെയിൻ വരച്ചാൽ ഈ ബാക്കി നിൽക്കുന്ന ആളെയാണ് നമ്മൾ ബ്രാഞ്ച് പറയാം. ബ്രാഞ്ച് താഴേക്ക് മുകളിലേക്ക് ശാഖ, അല്ലെങ്കിൽ താഴേക്ക് ശാഖ മുകളിലേക്ക് ഒന്നും പറയണ്ട. ഇവിടെ നമ്മൾ മെയിൻ കാർബൺ ചെയിൻ വരച്ചാൽ ഉൾപ്പെടാത്ത ആളാണ് ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ. ഓക്കെ, റൈറ്റ് ദ IUPAC നെയിം. എണ്ണുമ്പോൾ നിങ്ങൾക്ക് അറിയാം 3rd കാർബണിലാണ് മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത്. പേരെന്താ? 3 മീഥൈൽ. മെയിൻ കാർബൺ ചെയിനിൽ 5, സോറി ഇവിടെ 4 എഴുതിയത്, 4 അല്ല 5. ഓക്കെ, മെയിൻ കാർബൺ ചെയിനിൽ 5 കാർബൺ ആറ്റം പെൻറ്റെയിൻ. ഓക്കെ, ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ വരാൻ പാടില്ല, സ്മോൾ ലെറ്റർ. പെൻറ്റെയിൻ. ഓക്കെ, പെൻറ്റെയിൻ 3 മീഥൈൽ. റൈറ്റ്. ഓക്കെ, അടുത്ത നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്നാണ്. എക്സ് വൈ എന്ന് പറഞ്ഞ 2 ആൾക്കാരെ തന്നിട്ടുണ്ട്. സിമ്പിൾ റിയൽ അല്ല. എക്സിന്റെ സബ്ഷൽ വിന്യാസം NE നിയോൺ 3s2, വൈൻ്റെത് നിയോൺ 3s2 3p5. വിച്ച് ഇസ് ദ വാട്ട് ഈസ് ദ വാലൻസി ഓഫ് എലമെന്റ് എക്സ്? എലമെന്റ് എക്സിന്റെ വാലൻസി ഒക്കെ ഇവിടുത്തെ നമ്പർ നോക്കിയാൽ മതി. 2 ആണ് വാലൻസി വരിക അല്ലേ. അയാൾ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നിയോണിന്റെ കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ സ്റ്റേബിളായി. ഓക്കെ, വാലൻസി എക്സ് എന്ന് പറയുന്ന ആളുടെ സംയോജകതയാണ് ചോദിച്ചത്. നോൺ മെറ്റാലിക് ക്യാരക്ടർ, ഇയാൾ S ബ്ലോക്ക് ആണ്, എന്തായാലും ലോഹമായിരിക്കും. അപ്പോൾ അലോഹം സ്വഭാവം കാണിക്കുന്ന ആരാ? ഇയാളായിരിക്കും, വൈ ആയിരിക്കും. റൈറ്റ് ദ
കെമിക്കൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. മാർക്കുണ്ട് ഓരോന്നിൻ്റെയും. അപ്പം എക്സിനെ സംബന്ധിച്ച് അയാളുടെ വാലൻസി 2 ആണ്, വൈനെ സംബന്ധിച്ച് അയാളുടെ വാലൻസി 5 ആണെന്ന് വിചാരിക്കുന്നവർക്ക് തെറ്റി 1 ആണ്. കോൺഫിഗറേഷൻ ഒന്ന് എഴുതി വെക്കിയാൽ മതി. ഓക്കെ, ഈ 5ഉം +2 7 ഇലക്ട്രോൺസ് ആണ് വാലൻസിൽ ഉണ്ടാവുക. 1ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്താം. അപ്പം എക്സിൻ്റെ സംയോജകത 2, വൈൻ്റെ സംയോജകത 1, ഇൻ്റർചേഞ്ച്. അപ്പം XY2 ശരിയല്ലേ? ശരിയാണ്. Y2X എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടില്ല കേട്ടോ. Y2X അല്ല, XY2. കാരണം നമ്മൾ ഇലക്ട്രോൺ കൊടുക്കുന്ന ആളെ വേണം ആദ്യം എഴുതാൻ, എക്സിനെ ആദ്യം എഴുതണം. ഓക്കെ, അപ്പോൾ Y എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്, അതിന് രണ്ടാമത് എഴുതണം. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. അടുത്തത് മോളിക്കുലാർ മാസ് ഓഫ് സൾഫർ ഡയോക്സൈഡ് SO2 is 64. ഫൈൻഡ് ദ മാസ് ഓഫ് 1 GMM ഓഫ് SO2 അല്ലേ? അതായത് SO2ൻ്റെ മോളിക്കുലാർ മാസ് 64 തന്മാത്രാ ഭാരം. മോളിക്കുലാർ മാസ് തന്നെ മലയാളത്തിൽ പറയാം. മാസ് 1 GMM ഓഫ് SO2ൻ്റെ മാസാണ് ചോദിച്ചത്. ഇതേ വാല്യൂ ഗ്രാം കൂട്ടി അങ്ങ് എഴുതിയാൽ മതി. 64 ഗ്രാം. ആ ഗ്രാം എഴുതുന്നതിന് കാര്യമുണ്ട് കേട്ടോ, വെറുതെ 64 എന്ന് എഴുതാതെ 1 GMM ഓഫ് SO2 എന്ന് വെച്ചാൽ 64 ഗ്രാം. ഹൗ മെനി മോൾസ് ഓഫ് SO2 ഇൻ പ്രസന്റ് ഇൻ 640 ഗ്രാം. അപ്പം ഗിവൺ ഇക്വേഷൻ വേണം, ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് 64. ഇക്വേഷൻ വേണേ, 1 മാർക്ക് ആയതുകൊണ്ട് നമുക്ക് ഒരു ചെറിയ പരിഗണന കൊടുക്കാം അല്ലേ? വേണമെങ്കിൽ 10 മോൾസ് എന്ന് എഴുതാം. 10 മോൾസ് ആണ് ആൻസർ വരിക. ഫൈൻഡ് ദ വോളിയം ഓഫ് ദി അബോവ് സാമ്പിൾ. ഇവിടെ ശരിക്കും ഈ ക്വസ്റ്റ്യനിൽ ശരിക്കും ഇവർ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അറ്റ് SGP. അപ്പോൾ മാത്രമേ വോളിയം ചോദിക്കാൻ പറ്റൂ. ക്ലിയർ? അല്ലാണ്ട് നമുക്ക് വോളിയം ചോദിക്കാൻ പറ്റില്ല. എനിവേ നിങ്ങൾ SGPയിലാണെന്ന് വിചാരിക്കണം. നമുക്കറിയാം 1 മോൾ ഗ്യാസ് SGPയിൽ 22.4 ലിറ്ററിലാണ് ഓക്യുപ്പൈ ചെയ്യുക. നമ്മുടെ കയ്യിൽ 10 മോൾ ഗ്യാസ് ഉണ്ട്. അപ്പോൾ എത്ര ആൻസർ വരിക? 224 ലിറ്ററാണ് വരിക. കൺസെപ്റ്റ് മനസ്സിലാക്കണേ. 1 മോൾ ഗ്യാസിന് 22.4. നമ്മുടെ ആൻസർ എത്രയാണ്? 10 മോൾ. അപ്പം ഇൻറ്റു 10. ഓക്കെ, 224 ലിറ്റർ. ആൻഡ് ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻറ്റ് മെറ്റാലിക് കോമ്പൗണ്ട്, നോൺ മെറ്റാലിക് കോമ്പൗണ്ട് ഈ സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ വളരെ വ്യാവസായികപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംയുക്തമാണ് സൾഫ്യൂരിക് ആസിഡ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്? സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പേര് എന്താ പേര്? സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ്സ്. അങ്ങനെ തന്നെ എഴുതണം, വേറൊരു വഴിയില്ല മാർക്ക് കിട്ടാൻ. സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ്സ്. Which is the catalyst used in that process? ഏതാണ്? വനേഡിയം പെൻഡോക്സൈഡ്. വനേഡിയം പെൻഡോക്സൈഡ്. വൃത്തിക്ക് അക്ഷരത്തെറ്റില്ലാണ്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർമുല V2O5. വനേഡിയം പെൻഡോക്സൈഡ്. ഓക്കെ. വൈ സൾഫ്യൂരിക് ആസിഡ് ഈസ് നോട്ട് പ്രിപ്പയർഡ് ബൈ ഡയലൂട്ടിങ് സൾഫർ ഡയോക്സൈഡ് ഇൻ വാട്ടർ? അതെന്തുകൊണ്ടാണ്? അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. മാത്രമല്ല ഡിസോൾവ് ചെയ്തിട്ടുള്ള, അതായത് അതിൽ ലയിച്ചിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യും? പിന്നെ ഒരു ഫോഗ് അല്ലേ, ഒരു സ്മോഗ് പോലെ രൂപപ്പെടുകയും ഒരു മഞ്ഞുകണങ്ങളായി രൂപപ്പെടുകയും തുടർന്നുള്ള ലയനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സമ്പർക്ക പ്രക്രിയ കഴിഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റ് വരി പറയുന്നുണ്ട്. മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ്, മറ്റേ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ മറ്റേ ഫ്ലോ ചാർട്ട് പറയുന്നത് തൊട്ട് മുകളിലായിട്ട് കാര്യം പറയുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിൽ നോക്കണം. When molten NaCl undergo electrolysis, molten NaCl, which product obtained at cathode? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാഥോഡ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നോക്കട്ടെ, കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവ്. റൈറ്റ്, കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവ്, അതിലേക്ക് അട്രാക്ട് ചെയ്യാൻ പോകുന്നത് പോസിറ്റീവ് ചാർജുള്ള ആൾ. അപ്പോൾ ആരാണ് കാഥോഡിൽ ഉണ്ടാവുക? Na+ എന്ന് എഴുതരുത്, Na. ഓക്കെ. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ അറ്റ് ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് അറ്റ് ആനോഡ്. ആനോഡിലെ റിയാക്ഷൻ, ആനോഡിലേക്ക് ആരാ അട്രാക്ട് ചെയ്യുക? Cl- gives Cl+ 1 ഇലക്ട്രോൺ. പിന്നെ Cl+Cl gives Cl2. ചില കുട്ടികൾ ഒരുമിച്ച് എഴുതിയിട്ടുണ്ടാവും. ഈ ഇക്വേഷൻ കമ്പൈൻ ചെയ്തിട്ട് 2Cl- gives Cl2+ 2 ഇലക്ട്രോൺ എന്ന് എഴുതിയിട്ടുണ്ടാവും. ദാറ്റ്സ് ഓക്കെ, എങ്ങനെയായാലും കുഴപ്പമില്ല. എന്തായാലും Cl2 എന്നുള്ള കാര്യം അവിടെ വേണം. റൈറ്റ് ദ കെമിക്കൽ ചേഞ്ച് ടേക്ക് പ്ലേസ് അറ്റ് കാഥോഡ്, ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ. ഓക്കെ, അതാണ് കാര്യം. കാഥോഡിൽ എപ്പോഴും എന്താ നടക്കുക? റിഡക്ഷനാണ് നടക്കുക. ശ്രദ്ധിച്ചോ, കാഥോഡിലേക്ക് Na+ അട്രാക്ട് ചെയ്യും, 1 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്ത് Na ആയിട്ട് മാറും. Nൻ്റെ ചാർജ് ഇവിടെ +1, ഇവിടെ 0. എന്താ ചെയ്തത്? അല്ല, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ 0 ആണ് ചാർജ്. അപ്പം +1 ചാർജ് 0 ആയിട്ട് കുറഞ്ഞു. ദർ ഒക്കേഴ്സ് റിഡക്ഷൻ. റിഡക്ഷൻ ആണ് അവിടുത്തെ ആൻസർ. കെമിക്കൽ ചേഞ്ച് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഇക്വേഷൻ എഴുതണം, റിഡക്ഷൻ്റെ ഇക്വേഷൻ. ഓക്കെ, ദ കെമിക്കൽ ചേഞ്ച്. ഓക്കെ, രാസമാറ്റം എന്താണെന്നാണ് ചോദിച്ചത്. റിഡക്ഷൻ ആണ്, നിരോക്സീകരണമാണ് ഇവിടെ സംഭവിക്കുക. സീൻ്റെ ആൻസർ.
അടുത്തത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ദ കെമിക്കൽ ഇക്വേഷൻ, ഓക്കെ, അതായത് അമോണിയൻ്റെ വ്യാവസായിക നിർമ്മാണത്തിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റിനെ താഴെ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നാണ് ചോദിച്ചത്. ടെമ്പറേച്ചർ കൂട്ടി, അപ്പോൾ ഇത് നമുക്കറിയാം ഒരു താപമോചക പ്രവർത്തനമാണ്. അത് പറഞ്ഞാൽ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ താപനില കൂട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കും അല്ലേ? താപനില കുറയ്ക്കാൻ നോക്കും. താപനില കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് നിങ്ങൾക്ക് ടെമ്പറേച്ചർ കൂട്ടിയ ടെമ്പറേച്ചർ കുറയാൻ അങ്ങോട്ടുള്ള റിയാക്ഷൻ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഡിക്രീസസ്. ഓക്കെ, നിങ്ങളോട് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻഫ്ലുവൻസ് ആണ് ചോദിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ്, ഏതെങ്കിലും ഒരു ആൻസർ. ഓക്കെ, റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ്. പ്രഷർ കൂട്ടി എന്താ ചെയ്യുക? പ്രഷർ കുറയ്ക്കാൻ നോക്കും. പ്രഷർ കുറയണമെങ്കിൽ ഏത് റിയാക്ഷൻ നടക്കണം? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ നടക്കണം. ഓക്കെ, NH3 ഈസ് റിമൂവ്ഡ് അല്ലെ? ആദ്യത്തേൻ്റെ ഉത്തരം പശ്ചാത് പ്രവർത്തനത്തിൻ്റെ നിരക്ക് കൂടും അല്ലെ? രണ്ടാമത്തേൻ്റെ ഉത്തരം പുരോപ്രവർത്തനത്തിൻ്റെ നിരക്ക് കൂടും. മൂന്നാമത്തെ NH3 റിമൂവ്ഡ് എന്ന് വെച്ചാൽ അമോണിയ എടുത്ത് ഒഴിവാക്കുക. അമോണിയ ഒഴിവാക്കുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റിയാക്ഷൻ പുരോപ്രവർത്തനം കൂടും. പുരോപ്രവർത്തനം കൂടും. ലാസ്റ്റ് മോർ ഹൈഡ്രജൻ ഈസ് ആഡഡ്. ഹൈഡ്രജൻ കുറേ ആഡ് ചെയ്താലും സെയിം സാധനം ഉണ്ടാവുക, പുരോപ്രവർത്തനം കൂടും. അപ്പം 3 എണ്ണത്തിൻ്റെ ഉത്തരം എന്താണ്? പുരോപ്രവർത്തനം കൂടും എന്നുള്ളതാണ്. ആദ്യത്തിൻ്റെ മാത്രം പശ്ചാത് പ്രവർത്തനം അല്ലെങ്കിൽ പുരോപ്രവർത്തനം കുറയും അല്ലേ? ഫോർവേഡ് റിയാക്ഷനാണ് പുരോപ്രവർത്തനം എന്ന് പറയാം, ബാക്ക്വേർഡ് റിയാക്ഷനാണ് പശ്ചാത് പ്രവർത്തനം. അതാണ് 16ാമത്തെ ചോദ്യം. 17 ഇത് നിങ്ങളെ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ വർഷത്തെ ഫൈനൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇക്വേഷൻ റിലേറ്റഡ് ടു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ ഇസ് ഗിവൺ. അതായത് ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണമാണ്. ഇക്വേഷൻ കയ്യിലുണ്ട്, എല്ലാ ഇക്വേഷനും ഇവിടെ ഉണ്ട്. 4 ഇക്വേഷൻ ഞങ്ങളോട് ഞാൻ പഠിക്കാൻ പറഞ്ഞത്, ആ 4 തന്നിട്ടുണ്ട്. വിച്ച് ഇസ് ദ റെഡ്യൂസിങ് ഏജന്റ് ഇൻ ദ പ്രൊഡക്ഷൻ. അതായത് ഇവിടെയുള്ള നിരോക്സീകാരി ആരാണ്? ഇയാളാണ് നിരോക്സീകാരി. CO എന്ന് തന്നെ എഴുതണം, അല്ലെ കാർബൺ മോണോക്സൈഡ്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ഗാങ് ആൻഡ് ഫ്ലക്സ്. ഫ്ലക്സും ഗാങ്ങും തമ്മിലുള്ള റിയാക്ഷൻ എഴുതാനാണ്. ഏതാണ് റിയാക്ഷൻ? ഇതാ ഇവിടെ തന്നിട്ടുണ്ട് റിയാക്ഷൻ. ഇതാണ് ഫ്ലക്സ്, ഇതാണ് ഗാങ്. ഇതാ ഓക്കെ. ഗാങ് അല്ലെങ്കിൽ ഇങ്ങനെ കോമൺ ആയിട്ടായിരിക്കും അവർ ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എടുത്തെഴുതണം. ഗാങ് പ്ലസ് ഫ്ലക്സ് ഗീവ്സ് സ്ലാഗ്. സ്ലാഗ് മലയാളത്തിൽ വരുമ്പോൾ ഇങ്ങനെ സ്ലാഗ്. ഗാങ്ങും ഫ്ലക്സും കൂടി ചേർന്നാൽ സ്ലാഗ്. ഓക്കെ. വൈ ഈസ് ദ ഫ്ലക്സ്, വിച്ച് ഈസ് ദ ഫ്ലക്സ് ഹിയർ? വൈ ഫ്ലക്സ് ഏതാണ്? CaO ആണ് ഫ്ലക്സ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ട്. CaO എന്താണ്? ബേസിക് ആണ്. കാരണം SiO2 അസിഡിക് ആണ്. ന്യൂട്രൽ ആയി പോകാൻ വേണ്ടി നമ്മൾ പറഞ്ഞിരുന്നു. അതായത് നമ്മളുടെ ഗാങ് അസിഡിക് ആയതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ഫ്ലക്സ് ആണ് ഉപയോഗിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് ടു ദ സൈസ് ഓഫ് എയർ ബബിൾ റൈസിങ് ഫ്രം ദ ബോട്ടം ഓൺ ആൻ അക്വേറിയം? ജസ്റ്റിഫൈ യുവർ ആൻസർ. അതായത് നമ്മൾ അക്വേറിയത്തിൽ നിന്ന് പൊന്തി വരുന്ന കുമിളയ്ക്ക് എന്ത് സംഭവിക്കും, അതിൻ്റെ വലുപ്പത്തിൽ എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചത്. അപ്പം അക്വേറിയത്തിൻ്റെ താഴ്ഭാഗത്ത് മർദ്ദം കൂടുതലാണ്, വ്യാപ്തം കുറവായിരിക്കും. മുകളിൽ വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും? വ്യാപ്തം കൂടി വരും. ഓക്കെ, മർദ്ദം കുറയുന്നുണ്ട്. വിച്ച് ഗ്യാസ് ലോ? ബോയിൽസ് ലോ, ബോയിൽ നിയമം. ബോയിൽ. ഓക്കെ, ബോയിലാണ് എഴുതേണ്ടത്. ബോയിൽസ് നിയമം. ബോയിൽസ് നിയമം. സ്റ്റേറ്റ് ദ ലോ അല്ലെ? താപനില സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിതമായ വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. ഓക്കെ, അത് പറ്റിയില്ലെങ്കിൽ താപനില സ്ഥിരം P പ്രപ്പോർഷണൽ ടു 1/V ഓർ PV ഈക്വൽ ടു K. മൊത്തം കാര്യങ്ങൾ വേണേ താപനില സ്ഥിരം എന്നുള്ളൊരു കണ്ടീഷൻ കൂടി വേണം. മറ്റേ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വോളിയം. ഓക്കെ, അടുത്ത നമ്മളെ ലാസ്റ്റ് 2 ചോദ്യങ്ങൾ നോക്കാം. വിച്ച് എലമെന്റ്, കുറച്ച് എലമെന്റ്സ് വന്നിട്ടുണ്ട്. അതിൽ ഇനേർട്ട് ഗ്യാസ്. ഇനേർട്ട് ഗ്യാസ് പറഞ്ഞാൽ എന്താ? Pയിൽ മാക്സിമം നിറഞ്ഞിരിക്കണം. Pയിലുള്ള എലമെന്റ് P6 ഉള്ള ആളെയാണ് നമ്മൾ ഇനേർട്ട് ഗ്യാസ് പറയാം, A ആണ്. വിച്ച് എലമെന്റ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? D ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. ഏതാണ്? C. ഓക്കെ. വിച്ച് വൺ ഇസ് എ ഹൈലി ഇലക്ട്രോനെഗറ്റീവ്? ഹൈലി ഇലക്ട്രോനെഗറ്റീവ് എന്ന് പറഞ്ഞാൽ P ബ്ലോക്ക് ആയിരിക്കണം. P ബ്ലോക്കിൽ 17th ഗ്രൂപ്പ് ആയിരിക്കണം. P ബ്ലോക്ക് 17th ഗ്രൂപ്പ് B. അടുത്തത് വിച്ച് പീരീഡ്, റൈറ്റ് ദ പീരീഡ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് ദ എലമെന്റ് C. പീരീഡ് ഏതാ വരിക? ഇതിൻ്റെ പീരീഡ് പറയും. ഇതിൻ്റെ പീരീഡ് 4. ഗ്രൂപ്പ് ഇത് ചോദിച്ചത് ഉത്കൃഷ്ടവാതകമാണ്, A വരും. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറഞ്ഞാൽ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ, C വരും. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ മൂലകം B വരും. ഇത് ചോദിച്ചത് ഗ്രൂപ്പും പീരീഡും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ Dയിലെയും Sയിലെയും ഇലക്ട്രോൺ കൂട്ടുക, അപ്പോൾ 5 വരും.
റൈറ്റ്. അത്രയാണ് കാര്യങ്ങൾ. ഓക്കെ, ഗ്രൂപ്പ് 5. അടുത്ത നമ്മളെ ലാസ്റ്റ് നമ്മളെ രാസപ്രവർത്തനം. ഇത് നമ്മൾ ഒരുപാട് റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം. പിന്നെ ഇതിൽ ഇപ്പം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? N വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? പോളിമറൈസേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പോളിമറൈസേഷൻ. ഇനി ഓക്സിജൻ കണ്ടാൽ എന്താണ്? ജ്വലനമാണ്, അല്ലെങ്കിൽ കമ്പഷൻ റിയാക്ഷൻ. ജ്വലനം എന്നാണ് നമ്മൾ പറയാം മലയാളത്തിൽ, ഇംഗ്ലീഷിൽ തന്നെ കമ്പഷൻ എന്ന് പറയും. ജ്വലനം ആണ്. ഈ രണ്ടാളും കൂടെ ഉള്ളൂ. ഓക്കെ, നമുക്ക് 5 സാധനങ്ങളും ഉണ്ട്, നോക്കാം. ഇവിടെ നോക്ക് നിങ്ങൾ. ഇത് ഒരു അഭികാരകം മാത്രം, ഒറ്റ റിയാക്റ്റന്റ്. ആരാണ്? തെർമൽ ക്രാക്കിംഗ് അല്ലെ? താപീയ വിഘടനം അല്ലേ നമ്മൾ പറയും തെർമൽ ക്രാക്കിംഗ്. ഇതോ ഇനി നമുക്ക് ആരൊക്കെ ബാക്കിയുള്ള? അഡീഷൻ റിയാക്ഷനും ബാക്കിയുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷനും ബാക്കിയുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? സിംഗിൾ ബോണ്ട് ആയിട്ടുള്ള ആളായിരിക്കണം. ഇത് ഡബിൾ ബോണ്ട് ആണ്. സോ ആരാണ്? അഡീഷൻ ആണ്. അഡീഷൻ എല്ലാം ആയില്ലേ? അഡീഷൻ രാസപ്രവർത്തനം. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ ടാർഗറ്റിലെ കുട്ടികൾ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോട്ട് അറ്റ് ഓൾ കൺഫ്യൂസിങ്. സോ ഈ ഒരു ലെവൽ വെച്ച് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് ഇതൊരു മോഡലായിട്ട് മാത്രം എടുക്കുക. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ സ്വന്തം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ സ്പീഡ് കൂടും. അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. സോ തൽക്കാലം നമുക്ക് നിർത്താം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ മോഡൽ എക്സാംസ് ആൻഡ് പബ്ലിക് എക്സാംസ്. ഓക്കെ, സോ താങ്ക് യു.